നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ. മക്കൾ എവിടെയും തോറ്റുപോകാൻ പാടില്ല. ഏറ്റവും നല്ല മാർക്കിൽ വിജയിക്കണം. ഈ ലോകത്ത് അവരെവിടെ പോയാലും അവർ ഒന്നാമനായിരിക്കണം. ആരുടെ മുന്നിൽ തലകുനിക്കാൻ പാടില്ല. എവിടെയും വിജയിച്ചു നിൽക്കുന്നവനായി കാണണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ അല്ലെങ്കിൽ അതിനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായാണ് വിദ്യാഭ്യാസത്തെ, ബിരുദത്തെ നമ്മൾ കാണുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഏറ്റവും ഭേദപ്പെട്ട സ്കൂളുകളിൽ പഠനത്തിനായി കൊണ്ടുവന്ന് ചേർക്കുന്നത്. എന്നാൽ നമ്മൾ പഠനത്തിനായി ചേർക്കുന്ന സ്കൂളുകൾ അവരുടെ ഭാവിയിൽ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാണോ അതോ ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ മേന്മ പ്രകടിപ്പിക്കുന്നതിനാണോ? ഏതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉദാഹരണമായി പറയാം. എൻ്റെ വീട്ടിനടുത്ത് ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ, ഞാൻ പേര് പറയുന്നില്ല, അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിനു മുമ്പ്, നിയമം വരുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളെ നമ്മളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കുറ്റകരമാണ്. എന്നാൽ മുമ്പ് ആ കുട്ടികൾക്ക് യാത്രാ സൗകര്യം കുറയുമ്പോൾ ബസ് ഇല്ല എന്നുണ്ടെങ്കിൽ തിരക്ക് കൂട്ടണ്ടെന്ന് കരുതി 1, 2, 3 പേരെ ഞാൻ എൻ്റെ വാഹനത്തിൽ തൊട്ടടുത്ത സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വിദ്യാർത്ഥികളെ ഞാൻ പരിചയപ്പെടാറുണ്ട്. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അവരുടെ പഠന സാഹചര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സാഹചര്യങ്ങൾ, അവിടുത്തെ അധ്യാപകർ, പഠന രീതികൾ ഒക്കെ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കാറുണ്ട്. ഒരു വിദ്യാഭ്യാസ പരിശീലകൻ എന്ന നിലയിൽ ഈ അധ്യാപകർ എങ്ങനെയാണ് ആ വിദ്യാർത്ഥികളെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ആ അധ്യാപകരെയും അവർ പഠിക്കുന്ന സ്ഥാപനത്തെയും കാണുന്നത് എന്ന് എനിക്ക് പ്രധാനമാണ് അത് മനസ്സിലാക്കുന്നതിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. അവർ ആദ്യമായി പറഞ്ഞത്, ഞങ്ങൾക്ക് പേടിയാണ് അവിടെ പഠിക്കാൻ. പക്ഷെ അവിടെ ജയിക്കുന്ന എല്ലാവരും ഫുൾ A+, 100% ഫുൾ A+ ആയതുകൊണ്ടാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ അവിടെ ചേർക്കുന്നത്. പക്ഷെ നമ്മളിൽ പലരും 9ാം ക്ലാസ്സിൽ 1ാം വർഷവും 2ാം വർഷവും ഒക്കെ തോൽക്കാറുണ്ട് എന്ന്. അതായത് ഫുൾ A+ കിട്ടില്ല എന്ന് ഉറപ്പുള്ള കുട്ടികളെ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടില്ല എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കുന്ന കുട്ടികളെ ഒക്കെ 9ാം ക്ലാസ്സിൽ തോൽപ്പിക്കുന്ന ഒരു സ്കൂളാണത്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അടുത്ത കാലത്ത് ഞാനൊരു LP സ്കൂളിലെ അധ്യാപകനെ ഒന്ന് പരിചയപ്പെട്ടു. ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിച്ചു. 1ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ട്, ഗവൺമെന്റ് സ്കൂളാണ്, 1ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മിനിമം എഴുതാനും വായിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കണം എന്നൊക്കെ. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്കാണ് ഈ പരീക്ഷ. ആ കുട്ടിയെ പരീക്ഷ നടത്തുകയാണ്. ആ പരീക്ഷ കൊണ്ട് തന്നെ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തോട് വെറുപ്പ് തോന്നും എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ കുട്ടി പിന്നെ വിദ്യാഭ്യാസത്തെ വെറുക്കുകയാണ്. 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയാതെയാണ് നമ്മൾ കുട്ടികളെ ചെല്ലുന്നത്. ഈ പ്രീ സ്കൂളുകളൊക്കെ വീട്ടില് രക്ഷിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ മനസ്സിലാത്തത് കൊണ്ടുണ്ടായ സംവിധാനമാണ് 3.5 വയസ്സിലെ വിദ്യാഭ്യാസവും അതിനു മുമ്പുള്ള വിദ്യാഭ്യാസവും ഒക്കെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിലൂന്നിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം, അതല്ലെന്നുണ്ടെങ്കിൽ ഭാവിയെ കണ്ടുകൊണ്ടുള്ള ആ ഒരു വിദ്യാഭ്യാസം തുടങ്ങുന്നത് 5 വയസ്സിന് ശേഷമാണ്, അഥവാ 1ാം ക്ലാസ്സിന് ശേഷമാണ്. എന്നാൽ വിദ്യാഭ്യാസം 5 വയസ്സിന് മുമ്പ് നടക്കുന്നുണ്ട്. അത് ഒരു വ്യക്തിത്വ വികസനം, വ്യക്തി എങ്ങനെ ആയിരിക്കണം, താൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കണ്ടുള്ള പഠനമാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇവിടെ നമുക്ക് ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് തന്നെ സംസാരിക്കാം. അപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അക്ഷരം പഠിക്കാനായി വരുന്ന കുട്ടിയെ പരീക്ഷ നടത്തി അക്ഷരങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ ഞാൻ 1ാം ക്ലാസ്സിൽ ചേർക്കൂ എന്ന് വാശി പിടിച്ച ഹെഡ് മാസ്റ്റർ ഞാനൊന്ന് വിളിച്ചു. അദ്ദേഹം ഉരുണ്ട് കളിച്ചു, അത് വേറെ വിഷയം. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹത്തെ അതിന്റെ ഒരു പ്രശ്നത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ അതോ ഇപ്പോഴും പഴയപടി തന്നെയാണ് തുടരുന്നത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ പറഞ്ഞ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ ആൾക്കാരെ തോൽപ്പിക്കുന്നുണ്ട്, കുട്ടികളെ തോൽപ്പിക്കുന്നുണ്ട്. അഥവാ അവിടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ പഠിക്കുന്ന കുട്ടികളെ, നല്ല മാർക്കിൽ പാസ്സാക്കാൻ കഴിയുന്ന കുട്ടികളെ പരീക്ഷ നടത്തിയാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അഥവാ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പരീക്ഷ പാസ്സാവണം. ഇതാണ് നിലവിലുള്ള സ്ഥിതി. ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് അറിയോ? നമ്മുടെ മക്കളെന്ന് പറയുന്നത് 3 വിഭാഗം കുട്ടികളാണ്. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിർബന്ധമായിട്ട് നമ്മുടെ മക്കൾ. ഏകദേശം ഒരു 60% അല്ലെങ്കിൽ ഒരു 70% കുട്ടികളെങ്കിലും ഈ സ്വാഭാവികമായിട്ട് പഠിക്കാൻ കഴിയുന്നവരല്ല. ഒരു 20% കുട്ടികൾ മാത്രമേ നല്ല രീതിയിൽ പഠിക്കൂ. ഒരു 10% കുട്ടികൾ എന്ത് ചെയ്താലും പഠിക്കുകയില്ല.
ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ 20% കുട്ടികൾക്ക് അവർ പഠിക്കാൻ നല്ല മാർക്ക് വാങ്ങാൻ അധ്യാപകരുടെ ആവശ്യമില്ല. അവർ പഠിച്ചോളും. ഏത് സാഹചര്യവും എന്തും മനസ്സിലാക്കാൻ അവർക്ക് യാതൊരു പ്രയാസമില്ല. ഈ 20%നെ തെരഞ്ഞു പിടിച്ച് ചില സ്കൂളുകളിൽ പരീക്ഷയ്ക്ക് ഇരുത്തി അവരെ തെരഞ്ഞെടുത്ത് അവരെ അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് അവരെ വിജയിക്കുന്നത് തങ്ങളുടെ സ്കൂളിന്റെ മേന്മയാണ് എന്ന് പറയുന്ന സ്കൂളുകളിലാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസമായി ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിൽ ഒന്നായിട്ട് കാണുന്നത്. അവരെ പരീക്ഷയ്ക്ക് ഇരുത്തി അവരെ അഡ്മിഷൻ എടുത്ത് അവരെ പഠിപ്പിച്ചു എന്ന് വരുത്തി ഈ പഠിപ്പിച്ച സ്ഥാപനത്തിന്റെ മേന്മയാണ് അവർ ഫുൾ A+ വാങ്ങി ഉന്നത വിജയം നേടിയത് എന്ന് സ്ഥാപിച്ച് സ്വന്തം സ്ഥാപനത്തിന്റെ മേന്മ കൂട്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തോട് എന്താണ് ഞാൻ പറയുക? സത്യത്തിൽ അവർ ചെയ്യുന്നത് ശരിയല്ല. അവരൊരു കച്ചവടത്തിന്റെ ഒരു രീതി മാത്രമാണ്, ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. തങ്ങളുടെ സ്ഥാപനം ഫുൾ A+ ആണെന്ന് പറയുമ്പോൾ എക്സാം നടത്തി ഈ പറയുന്ന 20% വരുന്ന കുട്ടികളെ മാത്രമേ അവിടെ എടുക്കാറുള്ളൂ. ഇനി അഥവാ മറ്റ് ആ ശരാശരിയിൽ 70 വരുന്ന ചില കുട്ടികളെങ്കിലും അഡ്മിഷൻ അവിടെ എടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർ 9ാം ക്ലാസ്സിൽ തോൽക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. അങ്ങനെ 9ാം ക്ലാസ്സിൽ തോറ്റ കുട്ടികൾ ധാരാളം അവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. 2ാം വർഷവും തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അവിടെ പഠിപ്പിക്കില്ല. അവിടെ നിന്ന് TC കൊടുത്ത് പറഞ്ഞു വിടും. പിന്നെ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് 9ാം ക്ലാസ് പഠിച്ചോളണം, 10ാം ക്ലാസ് തോറ്റോളണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ ജയിക്കും, 8A+, 9A+ വാങ്ങി ജയിക്കുമായിരിക്കും. ആ കുട്ടിയെ പരീക്ഷ എഴുതാൻ അയക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി ആ കുട്ടിയുടെ മാനസിക നില എന്തായിരിക്കും? അതായത് ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ മനോനില തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ആ സ്ഥാപനത്തിലേക്ക് എന്നെയും ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. പോകാത്തത് നമ്മുടെ ഉദ്ദേശം അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം. അതിനാണ് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് അതത് ഏതെങ്കിലും സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ അധ്യാപകരോടുള്ള കാഴ്ചപ്പാടും പഠന നിലവാരവും ഞാൻ അന്വേഷിക്കാറുണ്ട്. ഇവിടെ സത്യത്തിൽ ഈ സ്ഥാപനം കുട്ടികളുടെ ഭാവി തുലയ്ക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഭാവിയിൽ അവരുടെ ആ ഒരു വളർച്ച മറ്റുള്ളവരെ തകർത്തുകൊണ്ട് വളരാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനായി വളരാൻ, മാനുഷിക പരിഗണന കൊടുത്ത് സഹജീവികളെ കാണാൻ ഒന്നും അവർക്ക് പഠിപ്പിക്കുന്നില്ല. അവർക്കത് അറിയില്ല. സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ, അതിന് ഏത് മാർഗവും സ്വീകരിക്കണം, അല്ലെങ്കിൽ ഏത് അറ്റം വരെ പോയാലും അത് മാത്രം നേടിയാൽ മതി എന്നുള്ളൊരു സന്ദേശം മാത്രമാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ മറ്റ് 70% കുട്ടികൾ അവരെയാണ് അധ്യാപകർ പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല, പഠിക്കാൻ സഹായിക്കുക. അതാണ് അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത്. കുട്ടികൾ സ്വയം പഠിക്കട്ടെ, അതിന് സഹായിച്ചു കൊടുക്കുക. എന്നാൽ ബാക്കി ഒരു 10% ഉണ്ട്. ആ 10%ത്തെ നമ്മൾ എങ്ങനെ അടിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാലും അവരൊരു ആവറേജ് മാർക്ക്, ചിലപ്പോൾ തോറ്റുപോകും, ചിലപ്പോൾ ഒരു 2A+ കിട്ടിയെന്ന് വരും. അതാണ് അവരുടെ നില എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ള വമ്പന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന, പല പഠിപ്പിസ്റ്റുകൾക്ക് ശമ്പളം കൊടുക്കുന്ന എല്ലാ വിഭാഗവും ഈ ഒരു വിഭാഗത്തിൽ നിന്നാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. ഇത് പ്രകൃതിയുടെ ഒരു സിദ്ധാന്തമാണ്, ഒരു വികൃതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ബേക്ക് ബെഞ്ചിലിരിക്കുന്ന പഠിക്കാത്ത ഈ ആൾക്കാർ ഈ 2 കൂട്ടർക്കും ശമ്പളം കൊടുക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അഭ്യസ്തവിദ്യരായ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത് ഇത്തരത്തിൽ ബേക്ക് ബെഞ്ചിലിരുന്ന ആൾക്കാരാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടികളുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തണം. അതായത് ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്, അല്ലെങ്കിൽ ഓരോ രീതിയിലുണ്ട്. ചില കുട്ടികൾ ഫിസിക്സ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് കെമിസ്ട്രി ആയിരിക്കും താല്പര്യം, മറ്റു ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പോൾ ആ താല്പര്യങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടിയാണ് ഇവിടെ സ്പോർട്സ് മത്സരങ്ങൾ വെച്ചിട്ടുള്ളത്, ആർട്സ് മത്സരങ്ങൾ വെച്ചിട്ടുള്ളത്, കലാമത്സരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ്. അല്ലാതെ ഒരു വർഷത്തിൽ ഒന്ന് കൂടി ആസ്വദിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്ക് തമ്മിൽ മത്സരിക്കാനല്ല. എല്ലാ മത്സരങ്ങളും അവരുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവ് വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ റെഗുലർ സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റിനുള്ള ഗ്രേസ് മാർക്കിനുള്ള ഒരു മാർഗം മാത്രമായി ഈ പരീക്ഷണങ്ങളെ മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കാം. ഏതായാലും ഇവിടെ സർട്ടിഫിക്കറ്റിൽ ഊന്നിയ ഈ പീസ് ഓഫ് പേപ്പർ, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ശരിയല്ല. ഓരോ കുട്ടിയും ആ കുട്ടിക്ക് ഒരു ടാലന്റഡ് ഉണ്ട്. ഓരോ മേഖലയിൽ ഇപ്പൊ എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, പീസ് മേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ലോയലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ മേഖലയുണ്ട്. അതുപോലെ തൊഴിൽ മേഖല അവരെടുക്കാൻ ഒരു ഫീലിംഗ് സെന്ററുള്ള ഒരു കുട്ടിയെ പിടിച്ച് പൈലറ്റ് ആക്കിയാൽ, ഡോക്ടർ ആക്കിയാൽ അത് പരാജയമായിരിക്കും, ആത്മഹത്യയിലായിരിക്കും അത് ചെന്നെത്തുക. ഇത് നിലവിലുള്ളൊരു അവസ്ഥയാണ്. അവർക്ക് ഒന്നിനും ശോഭിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കുട്ടികളെ എൻട്രൻസിന് ഇരുത്തുമ്പോൾ, അതുപോലെ സയൻസ് വിഷയങ്ങളെ പഠിപ്പിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവിൽ പറഞ്ഞു വിടുമ്പോൾ, എഞ്ചിനീയറിംഗിന് പറഞ്ഞു വിടുമ്പോൾ, അത് ശരിക്കും അത് എന്തിനാണ് അതിവിടെ ജനിച്ചിട്ടുള്ളത്, ഏത് മേഖലയിലാണ് അത് പ്രശോഭിക്കുന്നത്, അതിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ് എന്നതുകൂടി നമ്മൾ പരിഗണിക്കണ്ടേ? അത് പരിഗണിക്കാതെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതായിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ
അവന്റെ അല്ലെങ്കിൽ അവളുടെ ആ കഴിവിനെ വളർത്തി അത് ഈ ലോകത്തിന് പ്രയോജനപ്പെടുത്തുന്ന, അതേസമയം തന്നെ സ്വയം ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് സമൂഹത്തെയും ഈ സ്വയം കുടുംബത്തെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടും അത് സഹവസിച്ചുകൊണ്ടും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും ഒക്കെ ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ പൗരബോധമുള്ള, രാഷ്ട്രബോധമുള്ള ഒരു പൗരനായി നിന്നുകൊണ്ട് ജീവിക്കാനാണ് നമ്മൾ ഓരോ കുട്ടിയെയും പരിശീലിപ്പിക്കേണ്ടത്. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസമല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സ്കൂളുകൾ സത്യത്തിൽ മാറി ചിന്തിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മാറി ചിന്തിക്കണം. ഒരുപാട് മാറാനുണ്ട്. പക്ഷേ സമീപഭാവിയിൽ മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല.